ഹാപ്പി സൺഡേ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഈ ഒരു സമയത്തെ കളക്റ്റീവ് മെസ്സേജസ് എന്താണെന്ന് നോക്കാം. താങ്ക് യു. കളക്റ്റീവ് ഗൈഡൻസ്. താങ്ക് യു. ഓക്കെ, ഇവിടെ ഫസ്റ്റ് കാർഡ് വന്നിട്ടുണ്ട് 2 ഓഫ് കരിഷ്മ. ടു ഓഫ് സ്ട്രെങ്ത്. വീണ്ടും 2ൻ്റെ എനർജിയാണ്. ഇവിടെ വന്നിട്ട് പേജ് ഓഫ് പെൻറ്റക്കിൾസ്. ദ എംപറർ. ഇവിടെ വന്നിട്ട് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പവർ നിങ്ങൾക്ക് റീക്ലെയിം ചെയ്യേണ്ട ആവശ്യമുണ്ട്, തിരിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. കാരണം എംപറർ വന്നിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാസ്കുലിൻ എനർജിയാണ്, പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. അതുപോലെ തന്നെ സ്ട്രോങ് ഡിസിഷൻസ് എടുക്കാനായിട്ട്, ധൈര്യപൂർവ്വം മുന്നോട്ട് വരാനായിട്ട് കേപ്പബിലിറ്റി ഉള്ള അല്ലെങ്കിൽ കഴിവുള്ള ഒരു എനർജിയാണ്. അപ്പോൾ ആ ഒരു മേഖലയിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എക്സ്പ്ലോർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കുറച്ചും കൂടെ നിങ്ങളുടെ സോളാർ പ്ലെക്സസ് എനർജി കുറച്ചും കൂടെ ഹീൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഈ ഒരു സോളാർ പ്ലെക്സസ് എനർജി, സ്ട്രോങ് മാസ്കുലിൻ എനർജി വന്നിട്ട് ചിലപ്പോൾ അത് ഓവർ ആക്റ്റീവ് ആയിട്ട് ഇരിക്കുന്നുണ്ടാകാം. ഓക്കെ, ഓവർ എനർജിയിൽ ഇരിക്കുന്നുണ്ടാകാം. അത് അങ്ങനെ ഉണ്ടെങ്കിലും അതൊരു ബാലൻസിലോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ സോളാർ പ്ലെക്സസ് ചക്ര, മണിപ്പൂർ ചക്ര വന്നിട്ട് ഓവർ ആക്റ്റീവ് ആകുന്ന സമയത്ത് അത് നമ്മുടെ സോളാർ പ്ലെക്സസ് ചക്രയും കഴിഞ്ഞിട്ട് സേക്രൽ ചക്ര വരെ അതിൻ്റെ എനർജി എന്താ പറയുക നീണ്ടു കിടക്കുന്നതാണ്. അല്ലെങ്കിൽ അവിടെയും ആ ഒരു എനർജി, അതിൻ്റെ ഷാഡോ ആ ഒരു സേക്രൽ ചക്രയിലും വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഓവർ പ്രൊട്ടക്റ്റീവ് ആകുന്നതാണ് കാര്യങ്ങളെക്കുറിച്ചിട്ട്. കാരണം പേടിയാണ്. തൻ്റെ ക്രിയേറ്റിവിറ്റി പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ഫെമിനിൻ സൈഡായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമോ, അതുകൊണ്ടിട്ട് എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തണം. ഫിയറിൻ്റെ എനർജിയാണ്. ഓക്കെ, അപ്പോൾ അത് ഒന്ന് ഹീൽ ചെയ്യാനായിട്ട്, അതൊന്ന് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുന്നുണ്ട്. ഇവിടെ ഹെർമിറ്റും വന്നിട്ടുണ്ട്. ബാലൻസ് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. കാരണം ഇവിടെ 2 ആണ് വന്നേക്കുന്നത്. 2 വന്നിട്ട് ബാലൻസിൻ്റെ എനർജിയാണ്. അതുപോലെ തന്നെ ഈ ഒരു 2 ഓഫ് വാൺസിൽ വന്നിട്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഡിസിഷൻസ് എടുക്കുന്നതാണ്. മെയിനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ഹീലിങ്ങിനെ കുറിച്ചിട്ടാണ്. കുറച്ച് പേര് എന്തെങ്കിലും ഡീറ്റെയിൽഡായിട്ട് നിങ്ങളുടെ ആ ഒരു ഷാഡോനെ കുറിച്ചിട്ട് പഠിക്കാനായിട്ടുള്ളൊരു ഡിസിഷനായിരിക്കാം ഈ ഒരു സമയത്ത് എടുക്കുന്നുണ്ടാകുക. എങ്ങനെ എൻ്റെ ഷാഡോ സൈഡ്, അതായത് അധികം ആരും അറിയാത്ത ഹിഡൻ ആയിട്ടിരിക്കുന്ന ആ ഒരു സൈഡ് എങ്ങനെ ലൈറ്റിലോട്ട് കൊണ്ടുവരാം, അതെങ്ങനെ ഹീൽ ചെയ്തിട്ട് എൻ്റെ ലൈഫിലൊരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ഹീലിംഗ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ കടന്നു വന്നിട്ടുണ്ട്. കാരണം പീസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളോടും പീസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഒരു ബാലൻസിലോട്ട് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജി നിങ്ങളെ ഒത്തിരി ഇവിടെ ഹീലിങ്ങിലോട്ട് കൊണ്ടുവരുന്നതായിട്ട്, പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതാണ്. നിങ്ങളുടെ ആ ഒരു ഫിയർ, ആ ഒരു ആങ്സൈറ്റി ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് പേർക്കത് ചാലഞ്ചിൻ്റെ രൂപത്തിലായിരിക്കാം. എന്തെങ്കിലും പെട്ടെന്നൊരു ചാലഞ്ച് വരുന്നുണ്ടാകാം. ആ ഒരു സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് അതിനെ റെസ്പോണ്ട് ചെയ്യുന്നത്, അതിനോട് എങ്ങനെയാണ് നിങ്ങൾ ആൻസർ കൊടുക്കുന്നത്, ആ രീതിയിലായിരിക്കാം യൂണിവേഴ്സ് നിങ്ങളെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാകുക. അപ്പോൾ ആ ഒരു എനർജി എല്ലാം ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഇന്നത്തെ എനർജി അല്ല, ഇനി മുന്നോട്ടുള്ള ആ ഒരു ജേർണിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് വന്നിട്ട് പേജ് ഓഫ് വിസ്ഡം വന്നിട്ട് പേജ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് കാണിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ന്യൂ എനർജീനെ വെൽക്കം ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി സക്സസ് കൊണ്ടുവരുന്നതാണ്. ചാലഞ്ചസിനെ ഓവർകം ചെയ്യാനായിട്ട് ആ ഒരു മെൻറ്റാലിറ്റി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് റിലേഷൻഷിപ്പ് ഹീലിംഗ് ആയിരിക്കാം. ഇവിടെ റോസ് കളർ വന്നിട്ടുണ്ട്. പാസ്റ്റിലെ ആ ഒരു റിലേഷൻഷിപ്പ് ലെറ്റ് ഗോ ചെയ്തിട്ട് ഹീൽ ചെയ്തിട്ട് അവിടെ എങ്ങനെ ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാം, അല്ലെങ്കിൽ അതുമായിട്ട് എങ്ങനെ പീസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഒരു ഡിസിഷൻ എടുത്തു കഴിയുമ്പോൾ, ആ ഒരു ചാലഞ്ച് ഓവർകം ചെയ്ത് കഴിയുമ്പോൾ
ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഒരു പവർഫുൾ എനർജി ഫീൽ ചെയ്യുന്നതാണ്, ഒരു വിന്നിങ് എനർജി നിങ്ങളുടെ ഉള്ളിൽ വരുന്നതാണ്, കുറേ കൂടെ കറേജസ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ പാസ്റ്റായിട്ട് നിങ്ങൾ പീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കുക. ഈ ഒരു ഹെർമിറ്റിൻ്റെ എനർജിയിലും ആ ഒരു എന്താ പറയുക, തൻ്റെ ഉള്ളിലോട്ട് തിരിയേണ്ട സമയമാണ്. ഇപ്പോൾ നമ്മൾ ചുറ്റുമുള്ള എനർജീസിനെ കുറിച്ചിട്ട് പഠിച്ചു മനസ്സിലാക്കി, നമുക്കറിയാം എവിടെയൊക്കെ നമ്മൾ ഹെൽത്തി ബൗണ്ടറി സെറ്റ് ചെയ്യണം, ആരെ വിശ്വസിക്കണം. ഇനി ആ ഒരു ഹെൽത്തി എനർജിയിലിരുന്നിട്ട്, ആ ഒരു ബൗണ്ടറിയിലിരുന്നിട്ട് നിങ്ങളുടെ ഉള്ളിലോട്ട് തിരിഞ്ഞിട്ട് നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ഷാഡോസ് ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ആൻസിസ്ട്രൽ പാറ്റേൺസ് ആയിരിക്കാം, നിങ്ങളുടെ പൂർവികരിൽ നിന്നിട്ട് നിങ്ങൾക്ക് ലഭിച്ചേക്കുന്ന എന്തെങ്കിലുമൊക്കെ സ്വഭാവങ്ങളായിരിക്കാം, എന്തെങ്കിലുമൊക്കെ വൂൺസ് ആയിരിക്കാം. അപ്പോൾ കുറച്ച് പേര് ആ ഒരു ഹീലിങ്ങിലായിരിക്കാം ഫോക്കസ് ചെയ്യുന്നുണ്ടാകുക. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഹീലിംഗ് ആയിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ടെംപ്റ്റേഷൻസ് വരുന്നുണ്ടാകാം, എന്തെങ്കിലുമൊക്കെ പാറ്റേൺസ് ഉണ്ടാകാം, നിങ്ങൾക്ക് ഹീൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന, മുന്നോട്ടുള്ള ഗ്രോത്തിനെ എഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അപ്പോൾ അത് ഹീൽ ചെയ്യാനായിട്ടും കുറച്ച് പേരിവിടെ ആക്ഷൻസ് എടുക്കുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക് അഗെയിൻ റിലേഷൻഷിപ്സ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പാരൻസിനെ ഫൊർഗീവ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജി ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിലെല്ലാം കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു സമയത്ത് കളക്റ്റീവ് എനർജിയിൽ എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണ് വരുന്നതെന്ന് നോക്കാം. താങ്ക് യു. പായലല്ല, കളക്റ്റീവ് എനർജിയിൽ എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണ് വരുന്നത്. സിക്സ് ഓഫ് സോഡ്സിൻ്റെ എനർജി. നിങ്ങൾ ഡിസിഷൻ എടുത്തിട്ടുണ്ട്, ഓൾറെഡി ഇവിടെ പറഞ്ഞ എനർജി തന്നെയാണ്. ആ ഒരു കാർമികം, ആ ഒരു പാസ്റ്റിൽ നിങ്ങളധികം ഓർക്കാനായിട്ട് ആഗ്രഹിക്കാത്ത ആ ഒരു എനർജി ലെറ്റ് ഗോ ചെയ്തിട്ട് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എനർജിയിലോട്ട് മൂവ് ഓൺ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഒരു പോർട്ടൽ ഓപ്പൺ ആകുന്നതാണ്. കുറച്ചും കൂടെ ഗ്രേസ്ഫുൾ ആയിട്ടിരിക്കാനായിട്ട് ഈശ്വരൻ്റെ ആ ഒരു ഗ്രേസ്, ആ ഒരു പ്രൊട്ടക്ഷൻ എല്ലാം ഫീൽ ചെയ്യുന്നതായിട്ടും കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഡിപ്രഷൻ പീരീഡ് അത് എൻഡാകുന്ന ഒരു എനർജിയും ആയിരിക്കാം. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് ട്രാവൽ ആയിരിക്കാം, എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ പ്ലാൻസ് ഇടുന്നുണ്ടാകാം. നിങ്ങളുടെ പാർട്ട്ണറായിട്ട് ചേർന്നിട്ട് എന്തെങ്കിലുമൊക്കെ ക്വാളിറ്റി ടൈം, ഫാമിലി ടൈം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് റീലൊക്കേഷൻ്റെ എനർജിയാണ്, നിങ്ങളുടെ പ്ലേസ് ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ജോലി സ്ഥലം ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം. റീലൊക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻ, അതും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ സമാധാനമായിട്ടുള്ള ആ ഒരു കാം വാട്ടേഴ്സിൽ നിങ്ങൾ ആ ഒരു വാട്ടറിൽ കൂടെ നിങ്ങൾ കിടക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കണ്ടോ, 2 ഓഫ് വാൻഡ്സിൻ്റെ എനർജി. എഗെയിൻ ഡിസിഷൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളിവിടെ ഈ ഒരു സമയത്ത് സ്ട്രോങ് ആയിട്ടുള്ള ബോൾഡ് ആയിട്ടുള്ള ചോയ്സസ് എടുക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു എക്സ്പാൻഷൻ കൊണ്ടുവരാനായിട്ട്, കുറച്ചും കൂടെ വിശാലമായിട്ട് അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കാനായിട്ട്, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ അതിൽ എങ്ങനെ ഗ്രോത്ത് കൊണ്ടുവരാം, നെക്സ്റ്റ് സ്റ്റേജിലോട്ട് എങ്ങനെ കിടക്കാം, മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് എഗെയിൻ എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് ഇവിടെ പാർട്ട്ണർഷിപ്പിൻ്റെ എനർജിയും ആയിരിക്കും. ഓക്കെ, സെയിം നിങ്ങളുടെ ഡ്രീംസ് ഷെയർ ചെയ്യുന്ന ആൾക്കാരായിട്ട് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ വരുന്നതായിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഗോൾ ഉണ്ടാകാം, കോമൺ ആയിട്ടുള്ളൊരു ഗോൾ ഉണ്ടാകാം. ചിലപ്പോൾ അത് എർത്തിൻ്റെ അസെൻഷനെ ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ഗോളായിരിക്കാം, ഭൂമിക്ക് ഹ്യൂമാനിറ്റീനെ ഹെൽപ്പ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഗോൾസ് ആയിരിക്കാം, ഡ്രീംസ് ആയിരിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നതായിട്ട് ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ജസ്റ്റിസ്, നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ കർമ്മം, നിങ്ങൾ പാസ്റ്റ് ചെയ്തേക്കുന്ന കർമ്മം ബാലൻസ്ഡ് ആയിട്ടുള്ളതാണെങ്കിൽ, ക്ലീൻ ആണെങ്കിൽ, ഓക്കെ, നിങ്ങൾ കറക്റ്റായിട്ടുള്ള ആക്ഷൻസ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷനിൽ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു എനർജി ഒരു പോസിറ്റീവ് സൈഡിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആ ഒരു കർമ്മ റിട്ടേൺ ആയിട്ട് വരുന്നതാണ്. പോസിറ്റീവ് റിസൾട്ട്സ് നിങ്ങളുടെ ലൈഫിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും കോർട്ട് കേസ്, എന്തെങ്കിലുമൊക്കെ ജസ്റ്റിസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടുന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറിൽ ആ ഒരു ആൻസർ ലഭിക്കുന്നതാണ്. ജസ്റ്റിസ് നിങ്ങൾക്ക് അല്ലെങ്കിൽ 2 പേർക്കും ഈക്വലായിട്ട് ആ ഒരു ജസ്റ്റിസ് ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് എന്തെങ്കിലും സിറ്റുവേഷനിൽ വിൻ ചെയ്യുന്നുണ്ടാകാം,
ഓക്കെ, കുറച്ച് പേർ എക്സാമിലായിരിക്കാം, വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ സക്സസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബാക്കിൽ 5 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ മണി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എഗെയിൻ എന്തെങ്കിലുമൊക്കെ ഹാബിറ്റ്സ് കൊണ്ടിട്ടായിരിക്കാം. കുറച്ച് പേര് ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള മോട്ടീവ്സ് ഉള്ള ആൾക്കാരായിട്ടുള്ള റിലേഷൻഷിപ്പ് ത്രൂ എന്തെങ്കിലുമൊക്കെ മണി ലോസ് ആയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഫിനാൻഷ്യലി നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ബാലൻസിലോട്ട് വരുന്നതായിട്ടും കുറച്ച് പേർക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫൈനലായിട്ട് നിങ്ങളുടെ അഫർമേഷൻസ് നോക്കാം. താങ്ക് യു. Today I am confident. Today I am who I am and I am capable of doing anything that I put my mind to. കോൺഫിഡൻസിൻ്റെ എനർജിയാണ്. ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എന്താണോ ഡ്രീംസ് ഉള്ളത്, എന്താണോ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ടുള്ളത്, ഓക്കെ, അതിൽ ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ കേപ്പബിലിറ്റീനെ, നിങ്ങളുടെ ആ ഒരു കഴിവിനെ നിങ്ങൾ ഡൗട്ട് ചെയ്യാതിരിക്കുക. വേറെ എന്ത് ഇൻഫർമേഷനാണുള്ളത്? Today I live in the present. Today I will start with a smile. I am in control of my attitude. ഇവിടെ വന്നിട്ട് പ്രസൻറ്റ് മൊമെൻറ്റിൽ നിങ്ങൾ ജീവിക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു സമയത്ത് ലൈഫിൽ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിൽ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് മുൻഗണന കൊടുത്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് സ്മൈലോടുകൂടി, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ചസ് കൊണ്ടുവരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന എന്തെങ്കിലുമൊക്കെ ട്രിഗർ വരുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾ ഓവർ റിയാക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ റെസ്പോൺസ് ആയിട്ട് മാറ്റാനായിട്ട് ശ്രമിക്കുക. കുറച്ചും കൂടെ ആലോചിച്ചിട്ട് അതിനൊരു ആൻസർ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനത്തെ ആറ്റിറ്റ്യൂഡിലെല്ലാം കുറച്ചും കൂടെ ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് നിങ്ങളുടെ അഫർമേഷൻ. നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനായിട്ട് യോജിക്കുന്ന അഫർമേഷൻ താഴെ എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വിഷ് യു ആൾ ദ ബെസ്റ്റ്. എല്ലാം നന്നായിട്ട് വരട്ടെ. ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കളക്റ്റീവായിട്ടുള്ള മെസ്സേജസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.